Hi everyone, welcome to my YouTube channel Ambency. Our channel name Help Me Lord. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഉള്ളിയില തോരനാണ്. ഇതാരൊക്കെ എങ്ങനെ വെക്കുന്നു എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ നോർത്ത് ഇന്ത്യയിൽ വന്ന് കണ്ടുപിടിച്ച ഒരു തോരനാണിത്. ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ഇത് പല രീതിയിലും വെക്കാറുണ്ട്. അവർ തേങ്ങ ഉപയോഗിക്കാതെയാണ് വെക്കുന്നത്. ഇത് നിങ്ങളിൽ പലരും പല രീതിയിലും വെക്കുന്നുണ്ടാകാം. ഞാൻ വെക്കുന്ന രീതിയാണ് ഇതിൽ പറയുന്നത്. കാരണം നമ്മൾ മലയാളികൾക്ക് തോരൻ എന്ന് പറയുമ്പോൾ ഒരു മലയാളി ടച്ച് വേണം. അതുകൊണ്ട് ഇതിൻ്റെ ചേരുവകളൊക്കെ അതിനനുസരിച്ചുള്ള എൻ്റെ കണ്ടുപിടുത്തമാണ്. ഇത് രുചിക്കൊട്ടും കുറവില്ല. നിങ്ങൾ ട്രൈ ചെയ്യണം. ഈ തോരനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചോറുണ്ണാൻ വേറെ ഒരു കൂട്ടാനും വേണ്ട. ഇതിന് മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ: തേങ്ങ ചിരകിയത്, പച്ചമുളക് അരിയുമ്പോൾ അല്പം നീളത്തിൽ അരിഞ്ഞിട്ടാൽ മുളകെടുത്ത് മാറ്റണമെങ്കിൽ എളുപ്പമാവും. കാരണം ഉള്ളി ഇലയുടെയും മുളകിൻ്റെയും കളറ് സെയിം ആയതുകൊണ്ട് മുളക് കടിച്ച് എരി കൂടുതലാവുന്നത് അവോയ്ഡ് ആവാൻ പറ്റും. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി നന്നായി ഞെരടി യോജിപ്പിച്ച് വെക്കുക. ഇനി കടുക് താളിക്കാൻ വേണ്ടത് കടുക്, ജീരകം. അത് വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി ഈ ഉള്ളിത്തണ്ട് മേടിച്ചുകൊണ്ട് വന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഈ പടത്തിൽ കാണുന്നത് പോലെ നന്നായിട്ട് ക്ലീൻ ആക്കുക. കേടായ ഇലകളും പഴുത്ത ഇലകളും ഒക്കെ മാറ്റി നല്ല ഇലകൾ മാത്രമേ എടുക്കാവൂ. അതിനുശേഷം ഇതിൽ കാണുന്നത് പോലെ ചെറുതായിട്ട് അരിയുക. ഉള്ളിയും അതിൻ്റെ തണ്ടും ഒരുമിച്ച് തന്നെ അരിഞ്ഞിടാം. ഇനി ഒരു പാൻ വെച്ച് എണ്ണയൊഴിച്ച് കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇലയും അല്പം കറിവേപ്പിലയും ചേർത്ത് എണ്ണയിലിട്ട് നന്നായി വഴറ്റുക. ഈ ഉള്ളി ഇലയിൽ ധാരാളം വെള്ളമുണ്ട്. ഇത് ഇല ചൂടാകുമ്പോൾ ഈ വെള്ളമെല്ലാം ഇറങ്ങും. അത് ഈ എണ്ണയിൽ കിടന്ന് ഈ ഇല വയളുമ്പോൾ വെള്ളം മുഴുവൻ പറ്റണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ പറ്റിക്കുന്നത്. വെള്ളം 1/4 ഭാഗവും പറ്റിയ ശേഷം അതിൻ്റെ നടുഭാഗം അല്പം ഒരു കുഴിയാക്കി അതിലേക്ക് നമ്മൾ ഈ ഞെരടി വെച്ചിരിക്കുന്ന തേങ്ങയുള്ള മസാല ഇട്ട് ഈ ഇല ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അമക്കി പൊത്തി വെച്ച് വേവിക്കുക. ഇത് ആവി വരുമ്പോൾ എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. അതായത് ഈ മസാല വേവുന്നൊരു മണം വരും. ഒരു ആവി വരുമ്പോൾ ആ സമയത്ത് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇടയ്ക്ക് അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഈ മസാല ഇട്ട ശേഷം മീഡിയം ഫ്ലെയിമിലേ ഇടാവൂ. ആദ്യം നല്ല ഫ്ലെയിമിലിട്ട് വേണം ഈ വെള്ളം പറ്റിക്കാൻ. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം വെള്ളം പറ്റിക്കുന്ന സമയത്ത്. അതിനുശേഷം മീഡിയം ഫ്ലെയിം ആക്കുക. ഇത് മസാലയിൽ ആവി വന്ന ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വേവ് പരുവത്തിനായോ എന്ന് നോക്കി തീ ഓഫ് ചെയ്യുക. ഉള്ളി ഇലയുടെ കൂടെ തന്നെ അതിൻ്റെ ഉള്ളിയും അരിഞ്ഞിടുന്നത് കൊണ്ട് പ്രത്യേകം ഞാൻ ഉള്ളി എടുത്തിട്ടില്ല. ഇതിന് തേങ്ങ അല്പം കൂടുതലാണ് വേണ്ടത്. കാരണം ഉള്ളി ഇലയ്ക്ക് ചെറിയൊരു കുത്തലുണ്ട്. അത് ആവി വരുമ്പോഴേ നിങ്ങൾക്കതിൻ്റെ ഫീലാവും, ഒരു സ്മെല്ല് വരും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ അല്പം വെളിച്ചെണ്ണ ചേർത്ത് ചിക്കി ഇളക്കാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇതാണ് ഞാൻ വെക്കുന്ന ഉള്ളിയിലത്തോരൻ. ഇങ്ങനെ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.